തിരുവനന്തപുരം വിഴിഞ്ഞം മുക്കോലയിൽ നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിൽ സ്കൂട്ടറിടിച്ച് 7 വയസ്സുകാരൻ മരിച്ചു. സുബിൻ ദീപ ദമ്പതികളുടെ മകൻ ആരോൺ ആണ് മരിച്ചത്. മാതാപിതാക്കൾക്കൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോഴാണ് അപകടമുണ്ടായത്. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, എന്താണ് വിശദാംശങ്ങൾ? തിരുവനന്തപുരം വിഴിഞ്ഞം മുക്കോലയിൽ നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിൽ സ്കൂട്ടറിടിച്ച് 7 വയസ്സുകാരൻ മരിച്ചു. സുബിൻ ദീപ ദമ്പതികളുടെ മകൻ ആരോൺ ആണ് മരിച്ചത്. മാതാപിതാക്കൾക്കൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു അപകടം. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. ജയശങ്കർ, എപ്പോഴായിരുന്നു ഈ അപകടം? എന്താണ് വിശദാംശങ്ങൾ? വേണു, ഇന്ന് രാവിലെയോടെയായിരുന്നു ഇത്തരത്തിലൊരു ദാരുണമായ അപകടമുണ്ടാകുന്നത്. സുബിൻ ദീപ ദമ്പതികളുടെ മകൻ ആരോണാണ് മരിച്ചത്. നിർത്തിയിട്ട ട്രെയിനർ വണ്ടിക്ക് പിന്നിൽ ബൈക്ക് ഇടിച്ചുകൊണ്ടായിരുന്നു മരണം ഉണ്ടായത്. കാരണം ഈ പ്രദേശത്ത് കൃത്യമായി ഇടയ്ക്കിടയ്ക്ക് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് വിഴിഞ്ഞം മുക്കോല എന്ന് പറയുന്ന പ്രദേശം. നിരന്തരമായി നാട്ടുകാരുൾപ്പെടെ ഈ പ്രദേശത്ത് കൃത്യമായ ക്രമീകരണം ഒരുക്കണം, അപകടം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്ന് പോലീസിനോടും മറ്റും ആവശ്യപ്പെടാറുണ്ടായിരുന്നു. അത്തരത്തിൽ ബൈ റോഡിലാണ് ഇന്നത്തെ ഈ ദാരുണമായ സംഭവം. ഇതിലാണ് ഒരു 7 വയസ്സുകാരന് ജീവൻ നഷ്ടമാവുന്നത്. ഇവർക്കൊപ്പം അമ്മയ്ക്കും അച്ഛനും ഒപ്പം സഞ്ചരിക്കുകയായിരുന്ന കുട്ടിയാണ് മരിച്ചത്. ഇവർക്കൊപ്പം അപകടത്തിൽ സഹോദരി അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ദാരുണമായൊരു സംഭവമാണ്. നിർത്തിയിട്ട വണ്ടിയുടെ പിന്നിൽ, കണ്ടെയ്നർ വണ്ടിയുടെ പിന്നിലിടിച്ചാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. എന്തായാലും ഇത് വളരെ ദാരുണമായൊരു സംഭവമാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പോലീസും അന്വേഷണം ആരംഭിച്ചു. നാട്ടുകാർക്ക് പറയാനുള്ളത്, ഈ വിഷയത്തിൽ കൃത്യമായി ഇവിടെ അപകടങ്ങൾ ഒഴിവാക്കാൻ ബൈപ്പാസിൽ എട റോഡിലും കൃത്യമായ സിഗ്നലുകൾ ഏർപ്പെടുത്തണമെന്നാണ്. വേണം. AV ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.